ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മട്ടൻ ബിരിയാണി തയ്യാറാക്കാം. കേരള സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതേ റെസിപ്പി വെച്ച് നമുക്ക് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജീര റൈസാണ്. നമുക്കിതിൽ കൈമ റൈസിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബസ്മതി റൈസിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കടായി അടുപ്പിൽ വെച്ച് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണയും നെയ്യും കൂടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഏകദേശം ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞത് വേണം. ഒരു 6 സവാളയുടെ കഷ്ണം പീസാക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള കട്ടിയുള്ള ഭാഗം ഞാൻ വേറെ മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാ സൈഡും ഒരേപോലെ ഇളക്കിയെടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലെ ഗോൾഡൻ കളർ ആവുള്ളൂ. ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് കഴിയുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യുക. ഇനി അതിൽ നിന്നും കോരിയെടുക്കുക. ഇതൊന്നും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 പ്രോസസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബിരിയാണിയുടെ ഒരു പകുതി സമയം കഴിഞ്ഞു കിട്ടും. ഇനി നമുക്ക് മട്ടൺ വേവിക്കാം. അതിനായിട്ട് ഈ ഓനിയൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ പകുതി എണ്ണ എടുത്ത് ബാക്കിയുള്ള സവാളയും കൂടെ വഴറ്റിയെടുക്കാം. അതിൻ്റെ 6 സവാള എടുത്തതിൻ്റെ കട്ടിയുള്ള പാർട്ടെല്ലാം ഞാൻ മാറ്റിയ ആ ഒരു പോർഷനാണ് ഞാനിവിടെ വഴറ്റാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒരു വലിയ കുടം വെളുത്തുള്ളി ഫുള്ള് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും 4 മുതൽ 5 പച്ചമുളക് വരെ, അത് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതൊരു മീഡിയം സ്പൈസിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 4 പച്ചമുളകാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഞാനിവിടെ മട്ടൺ ആയതുകൊണ്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മട്ടൺ 2 വിസിലൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് മട്ടൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ വേവിച്ച് വെച്ചത്, മട്ടണിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഫുൾ വേവായിട്ടില്ല, 2 വിസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൺ ബിരിയാണിയിലേക്ക് നമ്മൾ 1 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ പകുതിയോളം ഉള്ളിയും കൂടെ ഞാൻ ഇതിനകത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി. ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മാറ്റി വെച്ചാൽ മതി. ലെയർ ചെയ്യുമ്പോഴും അല്പം വേണം, കുറച്ച് ഡെക്കറേഷനും. ഇനി നമുക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഗരം മസാല, സാധാരണ ഉപയോഗിക്കുന്ന ഗരം മസാലയും അതിലേക്ക് ജാതിപത്രിയും ജാതിക്കായും കൂടെ വളരെ കുറച്ച് ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി വിതറുക. മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. വേറൊരു ചെമ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 സവാള ഒന്ന് വിട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ 2-3 കഷ്ണം കറുവപ്പട്ട, 5 കഷ്ണം 5 ഏലക്ക, 8 മുതൽ 10 വരെ ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരി ചേർത്ത് കൊടുക്കാം. അരി ഞാൻ 1 കിലോയാണ് എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളൂ. ഒരുപാട് സമയം കുതിർത്തൊന്നും എടുത്തിട്ടില്ല. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുതിർത്ത് വയ്ക്കാതെ തന്നെ എടുക്കുക. അപ്പം 4 കപ്പ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം, നല്ല ചൂട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ 1/4 വേവായി കിട്ടും. ഇപ്പം നമ്മുടെ മട്ടൺ നല്ലതുപോലെ വെന്തിട്ടുണ്ട്.
മട്ടൻ്റെ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മട്ടൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡയറക്റ്റ് തീയിലേക്ക് വെക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. അരി വേവിച്ചതിൻ്റെ പകുതി നമുക്ക് ഒരു ലെയറാക്കി എടുക്കാം. അതിലേക്ക് നേരത്തെ ചേർത്ത ബിരിയാണി മസാല 2 നുള്ള് ചോറിലേക്ക് വിതറിക്കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഒന്ന് വിതറിക്കൊടുക്കുക. ഇനി അടുത്ത ലെയർ ചോറ് നിറയ്ക്കാം. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വിതറുക. ഇനി നമുക്ക് ദം ചെയ്യാം. ഒരു സിൽവർ ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യുക. ഒരടപ്പ് കൊണ്ട് അടച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വയ്ക്കുക. ആവി പുറത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ദം പൊട്ടിക്കാവുന്നതാണ്. നല്ലതുപോലെ ദമ്മൊക്കെ ആവിയെല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു കിഡിലൻ കേരള സ്റ്റൈൽ ദം ബിരിയാണിയാണ്. ട്രൈ ചെയ്ത ശേഷം കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.